ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരണമേ വിഷമെവിടെ, പാതാളമേ ജയമെവിടെ? മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരി ജയിച്ചവനായി. മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. പാതാള വൈരി ജയിച്ചവനായി. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഇടയിൽ ജീവനാഥനെ തേടുകയോ? നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. നീതിയിൻ അധിപതി ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗപിതാവിൻ മഹിമയിതേ. ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ജയിച്ചെഴുന്നേറ്റു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. പൂർവിയെ ജയിച്ച ക്രിസ്തുനാഥനൻ സ്വന്തമായി തീർന്നു. ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം നമുക്ക് വായിക്കാം. അവസാനത്തെ വാക്യമാണ് എസ്രാ 4-ന്റെ അവസാനത്തെ വാക്യം. അങ്ങനെ യെരുശലേമിലെ ദേവാലയത്തിൻ്റെ പണി മുടങ്ങി. പാഴ്സി രാജാവായ ദാര്യാവേശിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങിക്കിടന്നു. ദൈവാലയം പണിയുന്നതിനാണ് ദൈവമക്കൾ ഉത്സാഹിച്ചത്. ഇസ്രായേൽ മക്കൾ നാളുകളായി വർഷങ്ങളായി ആരാധിച്ചു വന്നിരുന്നതായ ദേവാലയം, യെരുശലേം ദേവാലയം, ശലോമോൻ 7 വർഷം കൊണ്ട് പണിതതായ ദേവാലയം, വളരെ മികവുറ്റ കലാശില്പ സൗഭഗമുള്ള ഒരു നല്ല ദേവാലയം, എല്ലാ വിധത്തിലും ശില്പഭംഗിയുള്ളതായ ദേവാലയം, ആരാധന നിരന്തരം നടന്നുകൊണ്ടിരുന്ന ദേവാലയം. ആ ദേവാലയം തകർന്നുപോയി, എല്ലാം ഇടിഞ്ഞുപോയി. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് യെരൂശലേമിനോട് യുദ്ധം ചെയ്ത് യെരൂശലേമിനെ കീഴടക്കി. അങ്ങനെ ആ ദേവാലയത്തെ നെബൂഖദ്നേസറിൻ്റെ പടയാളികൾ നശിപ്പിച്ചു കളഞ്ഞു.
അതിൻ്റെ വാതിലുകളെല്ലാം തീ വെച്ച് ചുട്ടുകളഞ്ഞു. അതിലവിടെ ഉണ്ടായിരുന്ന ബലിപീഠം ഇടിച്ചു കളഞ്ഞു. ആ ബലിപീഠത്തിൻ്റെ കല്ലുകളെല്ലാം എറിഞ്ഞ് മാറ്റിക്കളഞ്ഞു. ആ ദേവാലയത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു, മതിൽ ഇടിച്ചു കളഞ്ഞു, മുഴുവൻ നശിപ്പിച്ചു. ദൈവമന്ദിരം മുഴുവൻ നശിപ്പിച്ചു. വേദപുസ്തകം പറയുന്നുണ്ട്, കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിന് ഞാൻ നശിപ്പിക്കുമെന്ന്. എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നതിന് ഞാൻ നശിപ്പിക്കും. എൻ്റെ ആലയം വിശുദ്ധമാണ്. വിശുദ്ധമായ ആലയത്തെ നശിപ്പിക്കരുത്, അശുദ്ധമാക്കരുത്. അശുദ്ധമാക്കിയാൽ നശിക്കും. എൻ്റെ ആലയത്തെ അശുദ്ധമാക്കരുത്. എൻ്റെ ആലയം വിശുദ്ധമല്ലോ, അതിനെ നശിപ്പിക്കുന്നതിന് ഞാൻ നശിപ്പിക്കും. നെബൂഖദ്നേസർ രാജാവ് പരാക്രമശാലിയായിരുന്നു. വലിയ യുദ്ധം നടത്തി ജയം ലഭിച്ചയാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശേഷം വന്ന ബേൽശസ്സർ രാജാവ് അത്ര പ്രാപ്തനല്ലായിരുന്നു. നെബൂഖദ്നേസർ രാജാവിൻ്റെ അത്രയും കരുത്തുള്ള ആളായിരുന്നില്ല. ബാബിലോണിയൻ സാമ്രാജ്യമാണ് ചരിത്രത്തിലെ ഒന്നാമത്തെ വലിയ സാമ്രാജ്യം. ഈ ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ പേരും പെരുമയും ഉൾക്കൊണ്ട് നിന്ന മഹാനായ നെബൂഖദ്നേസർ രാജാവ്, അദ്ദേഹം പോയതിനു ശേഷം പിന്നെ വന്ന ബേൽശസ്സർ, അദ്ദേഹം ക്ഷീണിതനായിരുന്നു, ബലഹീനനായിരുന്നു, കഴിവില്ലാത്തവനായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഒരു കാര്യം സാധിക്കാൻ പറ്റുമായിരുന്നില്ല. ഈ ദേവാലയം ഇടിഞ്ഞുപോയ ദേവാലയത്തെക്കുറിച്ചോ അവിടെ നിന്ന് അടിമകളായി കൊണ്ടുവന്നതായ യഹൂദ യുവാക്കന്മാരെക്കുറിച്ചോ ഒന്നും ബേൽശസ്സറിന് ഒരു വിഷയമായിരുന്നില്ല. തികച്ചും ഒരു ജഡീകനായ രാജാവായിരുന്നു ബേൽശസ്സർ രാജാവ്. ദേവാലയത്തിൽ കൊണ്ടുവന്നതായ വിശുദ്ധ ഉപകരണങ്ങൾ, വിശുദ്ധി പകർന്നിരുന്ന ഉപകരണങ്ങൾ, ബേൽശസ്സർ അതിൽ വീഞ്ഞ് പകർന്ന് തൻ്റെ മഹത്തുക്കളെയും തൻ്റെ രാജ്യത്തിലെ പ്രഭുക്കന്മാരെയെല്ലാം സൽക്കരിച്ചു. അന്ന് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, നിൻ്റെ രാജ്യത്തിന് അന്തം വന്നിരിക്കുന്നുവെന്ന്. ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു പറഞ്ഞു. അതൊന്നും എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് ബേൽശസ്സർ രാജാവ് ഉണ്ടായിരുന്നില്ല. കുടിച്ച് മതിച്ചിൽ അങ്ങ് അതിൽ പൊളച്ചിരുന്ന സമയത്ത് എന്താണിങ്ങനെ സംഭവിച്ചത് എന്ന് ആ രാജാവിന് മനസ്സിലായില്ല. കാരണം ചുമരിലേക്ക് നോക്കിയപ്പോൾ ഒരു കൈപ്പത്തി മാത്രം കാണുന്നു. ആ കൈപ്പത്തി എഴുതുകയാണ്, എന്തോ ഒന്ന് എഴുതുന്നു. വായിക്കാൻ ആർക്ക് സാധിക്കുന്നില്ല. എന്താണ് എഴുതുന്നത്? അവിടെ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ ആ കൈപ്പത്തിയുടെ അർത്ഥം പറഞ്ഞു കൊടുത്തു. മെനെ മെനെ തെക്കേ ലൂഫസീൻ, ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളനെ കണ്ടിരിക്കുന്നു, അവൻ നിൻ്റെ രാജ്യത്തിന് വേണ്ടി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. അന്ന് തന്നെ, ആ രാത്രി തന്നെ, പിറ്റേന്ന് പുലരുന്നതിന് മുൻപ് ബേൽശസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. അവിടെ പേർഷ്യൻ ചക്രവർത്തിമാർ കയ്യേറി. പേർഷ്യൻ സമ്രാട്ടുകളായ സൈറസ് കോരസ് രാജാവ്, ഡേറിയസ് ദാര്യാവേശ് രാജാവ്, സേർസസ് അഹശ്വേരോസ് രാജാവ്, അർട്ടാസേർസസ് അർത്ഥശ്രേഷ്ഠ രാജാവ് എന്നിങ്ങനെയുള്ള തുടർന്നു വരുന്ന ചക്രവർത്തിമാരുടെ നല്ല സുന്ദരമായ ഭരണത്തിന് കീഴിൽ പേർഷ്യൻ സാമ്രാജ്യം വളർന്ന് വികസിക്കുകയായിരുന്നു. ചരിത്ര വസ്തുതകളാണ് ഇതെല്ലാം. അന്ന് ഈ സൈറസ് ചക്രവർത്തി, പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് ചക്രവർത്തിയുടെ അടുക്കൽ ഒരു നിവേദനം കിട്ടി. യഹൂദന്മാർക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുവാനും ദേവാലയം പണിയുവാനും ദേവാലയത്തിൽ ആരാധന പുനഃസ്ഥാപിക്കാനും ഒരവസരം തരണമേ എന്ന് ഉള്ള യാചന കേട്ട് ചക്രവർത്തി അതിനുള്ള അനുവാദം കൊടുത്തു, കൽപ്പന കൊടുത്തു. ഒരു വലിയ സേവനമാണ് പാർസി രാജാവായ കോരസ് ചെയ്തത്. സൈറസ് എന്ന് പറയുന്നത് കോരസ് രാജാവ്. കോരസ് ചക്രവർത്തി ചെയ്തത് വലിയൊരു സേവനമായിരുന്നു. കാരണം അദ്ദേഹം പ്രജാതി ചക്രവർത്തിയാണെങ്കിലും അദ്ദേഹത്തിന് ദൈവഭയം ഉണ്ടായിരുന്നു. ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടല്ല, എന്നാലും ഈ കൂട്ടരുടെ ദൈവം ഒരു സർവ്വവല്ലഭനാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവർക്ക് ആലയം പണിയാനുള്ള അനുവാദം കൊടുത്തു. ആദ്യം 50,000 പേരാണ് ആദ്യം അങ്ങ് പുറപ്പെട്ടത്. 50,000 പേര്. ബാബിലോണിയയിൽ നിന്ന് ഏതാണ്ട് 1000 മൈലുണ്ട് അങ്ങ് യെരൂശലേം വരെ പോകാൻ. 1000 മൈൽ. അവർ എസ്രാ പുരോഹിതൻ, നെഹമ്യാവ്, സെഖര്യാവ്, ഹഗ്ഗായി, പുരോഹിതനായ എസ്രായുടെ ദൈവികമായ ആശ്രയം മൂലവും സെഖര്യാ പ്രവാചകൻ്റെയും ഹഗ്ഗായി പ്രവാചകൻ്റെയും പ്രേരണ മൂലവും അവർ തിരിച്ച് ചെന്ന് അവർ ആലയം പണിയാൻ ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ആലയം പണി തുടങ്ങിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ യഹൂദന്മാരല്ല, പക്ഷേ ശമര്യരായ ചിലർ,
ശമര്യർ എന്ന് പറയുന്നത് യഹൂദജാതിയും പുറജാതിയും തമ്മിൽ ബന്ധപ്പെട്ട് ഉണ്ടായ സങ്കര ജാതിയാണ്. സങ്കരജാതി, യഹൂദന്മാരും മറ്റേ പുറജാതികളും. അങ്ങനെ ആ സങ്കരജാതി അവരാണ് ശമര്യർ. അവർക്കും ഉണ്ടൊരു ആരാധനാലയം. ഗരിസി മലമുകളിൽ അവർക്കൊരു ആരാധനാലയമുണ്ട്. ഈ ശമര്യർ യഹൂദന്മാരെന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം, പക്ഷേ അവർ സങ്കരജാതി ആയതുകൊണ്ട് യഹൂദന്മാർക്ക് അവരുമായിട്ട് യാതൊരു അടുപ്പമുണ്ടായിരുന്നില്ല. ആ സങ്കരജാതിയിൽപ്പെട്ട ചിലർ വളരെ ശക്തമായി എതിർത്തു ഈ ആലയം പണിയെ. ആലയം പണി നടക്കരുതെന്ന് അവർ ആഗ്രഹിച്ചു. അവർ വളരെ ഉത്സാഹിച്ചു. ഈ എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ കാണാം, അവർ രാജധാനിയിലേക്ക്, രാജകൊട്ടാരത്തിലേക്ക് എഴുത്തുകൾ അയച്ചു, നിവേദനങ്ങൾ അയച്ചു. ഈ കൂട്ടർ അവർ ഒരു ദൈവത്തിൻ്റെ നാമത്തിലൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷേ അതൊന്നും ന്യായീകരിക്കത്തക്കതല്ല. നമ്മുടെ രാജ്യത്തിനത് ഭീഷണിയാണ്, രാജാവിനത് ഭീഷണിയാണ്. രാജാവിനെതിരായിട്ട് വിപ്ലവം നടത്താനുള്ള പരിപാടിയാണ് അവർക്കുള്ളത്. രാജാവിനെതിരായിട്ട് വിപ്ലവം നടത്തുമ്പോൾ അത് ദോഷമായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടരെ അമർച്ച വരുത്തേണ്ടതാണ് എന്ന് ഇവർ രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് കൽപ്പന കൊടുത്താണ് പണി തുടങ്ങിയത്. രാജാവിൻ്റെ ഖജനാവിൽ നിന്ന് അതിനുള്ള സഹായിക്കാനുള്ള രൂപ പോലും കൊടുത്തിരുന്നു. അത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഈ നിവേദനങ്ങൾ കഴിഞ്ഞ്, അത് ഡേറിയസ് ചക്രവർത്തിയുടെ കാലത്താണ് നിവേദനം വന്നത്. ഡേറിയസ് ചക്രവർത്തിയുടെ മുൻപ് ആ നിവേദനം ചെന്ന സമയത്ത് അത് അങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. അതാണ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. അർത്ഥശിഷ്ടാവിൻ്റെ കാലത്ത് ബിസ്ലാമും മിത്രദാത്തും താബയേലും ശേഷം അവരുടെ കൂട്ടക്കാരും പാഴ്സി രാജാവായ അർത്ഥശിഷ്ടാവിന് ഒരു പത്രിക എഴുതി അയച്ചു. ഒരു നിവേദനം. പത്രിക എന്ന് വെച്ചാൽ അവരുടെ പെറ്റീഷനാണ്. ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ബാബിലോണിയയിൽ നിന്ന് ഒരു കൂട്ടർ വന്നിരിക്കുകയാണ്. അവർ യഹൂദന്മാരൊക്കെയാണെന്നാണ് പറയുന്നത്. അവർ നമ്മുടെ നാട് നശിപ്പിക്കും, ഈ ഇവിടുത്തെ രാജസ്ഥാനത്ത് ഇളക്കി മറിക്കും, നാടിനാകെ അപകടമാണ്, ഇവിടെയുള്ള ജനത്തിന് ദോഷമാണ്, ജനത്തിന് ക്ഷേമത്തിന് തടസ്സമാണ് എന്നെല്ലാമാണ് പത്രിക. അത് തൊട്ട് മുമ്പുള്ള വാക്യം വായിക്കാം. നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കൂ. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാഴ്സി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാഴ്സി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ചവരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. രാജകൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ ഇവരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. എന്തിനായി? എങ്ങനെയും ഈ ദേവാലയം പണി മുടക്കണം. അതിനുള്ളതായ യത്നമാണ് അവർ നടത്തിയത്. കൈക്കൂലി കൊടുത്ത് വശത്താക്കുക, പൈസ കൊടുത്തു പോലും അതിൽ അവിടെ ഏജന്റുമാരെയാക്കി. അഹസ്വേരോശിന്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അവർ യഹൂദയിലെയും യെരുശലേമിലെയും നിവാസികൾക്ക് വിരോധമായി അന്യായപത്രം എഴുതി അയച്ചു. അവർ അന്യായപത്രം എഴുതി അയച്ചു, പെറ്റീഷൻ അയച്ചു. അഹസ്വേരോശിൻ്റെ കാലത്ത് അഹസ്വേരോശും ഈ അർട്ടാസെർക്സസും ഡേറിയസും സൈറസും ഇവരെല്ലാം പേർഷ്യൻ ചക്രവർത്തിമാരാണ്. ഓരോ രാജാവിൻ്റെ കാലത്തും ഇവരിൽ നിന്ന് ഈ ഭീഷണി ഉണ്ടായിക്കൊണ്ടിരുന്നു. രാജാവ് മാറി വന്നാലും ഈ രാജകൊട്ടാരത്തിൽ വാഴുന്നയാൾ മാറിയാലും ഈ ദൈവജനത്തിനെതിരായ ഉപജാപങ്ങൾ അത് മാറിപ്പോയില്ല. ദൈവജനത്തിനെതിരായിട്ടുള്ളതായ സംഘടനാ ശക്തി മാറിപ്പോയില്ല. പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ മാറിയാലും ഈ ശല്യം തുടർന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്ക് നിങ്ങളും ചിന്തിക്കൂ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ദേവാലയം പണി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആരാധന പുനഃസ്ഥാപിക്കുക എന്നാണ്. ആരാധന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തുടങ്ങിയ ആരാധന മുടക്കുവാനുള്ള ശ്രമങ്ങൾ പിശാച് ചെയ്യുന്നുണ്ട്. പിശാച് എന്നും ചില മനുഷ്യരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. സാധാരണ മനുഷ്യരെ കൊണ്ട്. അത് പിശാചിൻ്റെ ഏജൻറ്റുമാരായി അവർ പണിയെടുക്കുകയാണ്. പിശാച് മനുഷ്യരിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. സാത്താൻ്റെ വലിയൊരു പ്രവർത്തനം അത് നമ്മുടെ സമൂഹത്തിൻ്റെ മധ്യത്തിലുണ്ട്. സാത്താൻ്റെ ഭീകരമായ പ്രവർത്തനങ്ങൾ എങ്ങനെയും ദൈവവേല മുടക്കണമെന്ന്, ദൈവവേല ചെയ്യുന്നവരെ നശിപ്പിക്കണമെന്ന്, ദൈവവേല ചെയ്യുന്നവരെ കൊണ്ട് ഒന്നും സാധിക്കാത്ത വിധത്തിൽ അവരെ നിശേഷം മുടിച്ചു കളയണമെന്ന്, ഇതാണ് സാത്താൻ്റെ ആഗ്രഹം. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതായ ആ ശത്രുത്വം അതിങ്ങനെ തലമുറകളായി നൂറ്റാണ്ടുകളായി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും സാത്താൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലയം പണിയാൻ നാം ഉത്സാഹിക്കുന്നു. ഏതാണ് ഈ ആലയം? നമുക്കറിയാമല്ലോ. നാം ഓരോരുത്തരുമാണ് ആലയം, ദൈവാലയം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ? നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം. ഈ മന്ദിരം, ദൈവത്തിൻ്റെ ആലയം നാം ഓരോരുത്തരുമാണ്.
ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരം. ഈ ആലയത്തിൽ നിന്ന് സുഗന്ധവും ഉയർന്നുകൊണ്ടിരിക്കേണ്ടതാണ് ദിവസവും. രാവിലെയും വൈകുന്നേരവും പ്രഭാതയാഗവും സന്ധ്യായാഗവും നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. സുഗന്ധവും ഉയർന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഏതാ സുഗന്ധധൂപം? സ്തുതിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നന്ദിയുടെ അർപ്പണമാണ്. നന്ദിയിൽ ഉറന്നു വരുന്നതായ സ്തുതി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് അത് ദൈവസന്നിധിയിലേക്ക് ഉയർന്നു പോകേണ്ടതാണ്. നന്ദി നിറഞ്ഞ ഹൃദയം. ആ സ്തുതി അത് ഇവിടെ പ്രതീകാത്മകമായി യാഗപീഠത്തിൽ നിന്ന് ഉയരുന്നതായി പുകയായിട്ട് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. യാഗപീഠം തകർന്നു, സ്തുതിയില്ല, ആരാധനയില്ല, എല്ലാം തകർന്നു പോയി. അപ്പോഴാണ് ദൈവമക്കളെന്ന് ആരാധനാലയം പണിയാൻ ശ്രമിക്കുന്നത്. ആരാധനാലയം പണിയാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് ശത്രുത്വം ഇളകി വന്നു. ദൈവത്തിന് സ്തോത്രം. ചരിത്ര വസ്തുക്കളുമായി ഈ കാര്യങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ വളരെ രസകരമായ, വളരെ മധുരമായ ആശയങ്ങൾ നമുക്ക് ലഭിക്കും. വേദപുസ്തകത്തിലെ ഈ കാര്യങ്ങളെല്ലാം ചരിത്രത്തോട് ഒത്തുപോകുകയാണ്. ചരിത്ര വസ്തുതയായിട്ട്, വേൾഡ് ഹിസ്റ്ററി ആയിട്ട്, ലോകചരിത്രമായിട്ട് ഒത്തുപോകുന്നതാണ്. വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് ഇത് വളരെ ഒരു സഹായകമായ ഒരു നിർദ്ദേശമാണിത്. നിങ്ങൾക്ക് ചരിത്രം പഠിക്കുമ്പോൾ ഈ വേദപുസ്തകത്തിലുള്ളതായ ഓരോ വാക്കുകൾക്കും അതിനെല്ലാം ആത്മീയമായ അർത്ഥമുണ്ടെന്ന് മാത്രമല്ല, അതിനെല്ലാം ആത്മീയമായ വലിയ വിശാലമായ ആശയങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആ ദൈവമക്കളുടെ ശ്രമത്തെ തടയുവാനും തടുക്കുവാനും പത്രിക അയച്ചു. അധികാരസ്ഥാനങ്ങളിലേക്ക് ന്യായപത്രം എഴുതി അയച്ചു. അത് ന്യായപത്രം എഴുതി അയച്ചതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? സംഭവിച്ചത് നാം ആദ്യം വായിച്ച വാക്യം 24 വാക്യം ഒന്നുകൂടെ വായിക്കൂ. അർത്ഥശിഷ്ട രാജാവിൻ്റെ എഴുത്തിൻ്റെ പകർപ്പ് രഘുവും രായസക്കാരനായ ശിംശായിയും അവരുടെ കൂട്ടക്കാരും വായിച്ചു കേട്ട ശേഷം അവർ യെരുശലേമിൽ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ബലാത്കാരത്തോടെ അവരെ ഹേമിച്ച് പണിമുടക്കി. ബലാത്കാരം നടന്നു. പണി ചെയ്യുന്നവരുടെ മേൽ അവർ ആക്രമണം അഴിച്ചുവിട്ടു. അവരെ ഉപദ്രവിക്കുകയും പലതരത്തിൽ അവരെ പീഡിപ്പിക്കുകയും ചെയ്തു. ദേവാലയം പണിയുന്നവരെ ബലാത്കാരത്തോടെ ചെന്ന് പണി മുടക്കി. ദൈവത്തിന് സ്തോത്രം. അവരെ ബന്ധപ്പെട്ട് ചെന്നു, ബലാത്കാരത്തോടെ അവരെ ഹേമിച്ച് പണി മുടക്കി. അടുത്ത വാക്യം. അങ്ങനെ യെരുശലേമിലെ ദേവാലയത്തിൻ്റെ പണി മുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്? വളരെ വിലപ്പെട്ട പാഠങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾ ഈ ആലയം പണി തുടങ്ങിയിട്ടുണ്ടോ? അതോ ഇന്നും ആലയം ഇല്ലാതിരിക്കുകയാണോ? ആലയം അല്ലാതിരിക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഇരിപ്പിടം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും യേശു പ്രസാദിക്കുമോ എന്ന് ചിന്തിക്കാറുണ്ടോ? എൻ്റെ ദൈവം ഇപ്പോൾ സന്തോഷിക്കുമോ? അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഓരോ വാക്ക് പറയുമ്പോഴും എൻ്റെ ദൈവം പ്രസാദിക്കുമോ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? സ്വർഗത്തിലെ ദൈവം എപ്പോഴും എന്നെ കാണുന്നു, ദൈവം എപ്പോഴും എന്നെ അറിയുന്നു. എൻ്റെ ഓരോ ചലനവും കർത്താവ് കാണുന്നുണ്ട്. എനിക്കെന്താ കുറ്റമെന്ന് നോക്കാൻ നിൽക്കുകയല്ല കർത്താവ്. എല്ലാം നമ്മുടെ നന്മയും തിന്മയും എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. സകലവും കർത്താവിൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പോകുന്നതായ പോക്ക് എങ്ങനെയെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് എന്നെ നോക്കി പ്രസാദിക്കുമോ? സന്തോഷിക്കുമോ? ഇന്ന് നിങ്ങൾ ഈ ഒരൊറ്റ ദിവസത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ സംസാരങ്ങൾ എവിടെയെല്ലാമായിരുന്നു, എന്തെല്ലാമായിരുന്നു? നിങ്ങൾ ആരെല്ലാമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു? നിങ്ങളേതെല്ലാം ജോലികളിലാണ് മുഴുകിയത്? ഇന്നത്തെ നിങ്ങളുടെ സംസാരങ്ങളിൽ തന്നെ തെറ്റുകൾ വന്നിട്ടില്ലേ? നിങ്ങളുടെ പ്രവൃത്തികളിൽ തന്നെ പല വീഴ്ചകളും സംഭവിച്ചിട്ടില്ലേ? നിങ്ങളുടെ മനോഭാവത്തിൽ പല തെറ്റുകളും പല കുഴപ്പങ്ങളും സംഭവിച്ചില്ലേ? ആരെയെങ്കിലുമൊക്കെ കുറിച്ച് നിങ്ങൾ ദുഷിക്കുകയോ പരദൂഷണം പറയുകയോ ആവിഷ്ഠാനം പറയുകയോ ചെയ്തിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കണം. അല്ല, നിങ്ങളുടെ മനസ്സിൽ കൂടി പോയ ചിന്തകൾ എന്തെല്ലാമായിരുന്നു? എപ്പോഴാണ് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചത്? പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞു ഇറങ്ങി ഓരോ കാര്യങ്ങൾക്കെല്ലാം പോയി വൈകുന്നേരം നിങ്ങൾ ഇപ്പോൾ കൂടി വരുന്നുവല്ല, അല്ലെങ്കിൽ നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുന്നു. അതുവരെയുള്ള ജീവിതം നോക്കിയാൽ ദൈവം എന്നുള്ള ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എൻ്റെ ദൈവമേ എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടോ? എൻ്റെ കർത്താവേ, എന്നെ നിൻ്റെ സ്വരൂപമാക്കി മാറ്റണമേ, നിൻ്റെ സ്വഭാവം തരണമേ നിങ്ങൾ പ്രാർത്ഥിച്ചു എപ്പോഴെങ്കിലും? എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വാഴുന്ന പരിശുദ്ധാത്മാവ് വ്യസനിച്ചുകൊണ്ടിരിക്കാൻ ഇടവരല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചുവോ? കർത്താവേ, നീ പ്രസാദിക്കുന്ന വാക്കുകളാണോ ഞാൻ പറഞ്ഞതെല്ലാം? എൻ്റെ വാക്കുകളിലെ പരുഷതയോ കലുഷിതയോ കടന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ ഞാൻ സംസാരിച്ചുവോ? ആരെങ്കിലും വേദനിപ്പിച്ചുവോ?
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എത്ര സൗമ്യതയുള്ളവരായിരിക്കേണ്ടതാണ്, എത്ര താഴ്മയുള്ളവരായിരിക്കേണ്ടതാണ്, എത്ര സ്നേഹമുള്ളവരായിരിക്കേണ്ടതാണ്. ദൈവഭയം നോക്കു വേണം. ദൈവഭയം. ഇന്ന് അനേകം ആളുകൾ വചനം കേൾക്കുന്നുണ്ടെങ്കിലും ദൈവഭയമില്ല. വചനം കേൾക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ദൈവഭയമില്ല. ദൈവഭയമില്ല. ദൈവഭയം നോക്കു വേണം. സത്യമായൊരു ദൈവം കാണുന്നുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണം ദൈവം അറിയുന്നുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സംഭാഷണം ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ കണ്ട ഏതെങ്കിലും പിക്ചേഴ്സ്, ഏതെങ്കിലും പടങ്ങൾ, ഏതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ അവിടെ തട്ടി നിൽക്കുന്നുണ്ടോ? കർത്താവ് അത് കാണുന്നുണ്ട്. എല്ലാം കാണുന്നു ദൈവം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെയും മുഴുവൻ ചലനങ്ങളെല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദൈവഭയം നിങ്ങൾക്ക് വേണം. ദൈവഭയമാണ് ഒരു വലിയ സ്വത്ത്. ദൈവഭയം. ഒരു ദൈവം കാണുന്നു, ദൈവം അറിയുന്നു. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിളിക്കാൻ സാധ്യമല്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നതാണ് വചനം. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എല്ലാം കർത്താവിൻ്റെ കണ്ണിന് നഗ്നമായിരിക്കുന്നു. എല്ലാം കാണുന്നു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മനോഭാവത്തിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? നമ്മുടെ മനോഭാവത്തിൽ ആരോടെങ്കിലും കയ്പുണ്ടോ? ആരോടെങ്കിലും വിരോധമുണ്ടോ? സ്പർദ്ധയുണ്ടോ? മുഷിച്ചിലുണ്ടോ? പരിഭവമുണ്ടോ? പരാതിയുണ്ടോ? ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുക, നിങ്ങൾ ഇതൊന്നും ദൈവം അറിയുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അത്യുന്നതിന് എങ്ങനെ അറിയാം? അത്യുന്നതിന് അറിവുണ്ടോ എന്നാണ് ചിന്തിക്കുന്നത്. രണ്ടാം സംഘത്തിനും പറയും, അത്യുന്നതിന് അറിവുണ്ടോ? അത്യുന്നതൊന്നും അറിയുന്നില്ലെന്നാണ് ധാരണ. ദൈവത്തെ മറക്കുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ നിങ്ങളെ കീറിക്കളിയും വിടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ലെന്ന് കർത്താവ് പറയുന്നു. 50 സങ്കീർത്തനം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടിയിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. കൂടെ ശാസനം കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് തിരുവചനം. കൂടെ ശാസനം കേട്ടു, പക്ഷെ പിന്നെ ഈ ശാഠ്യം കാണിക്കുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ഇന്ന് ഈ ആലയം പണി ഉണങ്ങി കിടക്കുകയാണോ? ഇന്ന് ആലയം പണി തുടങ്ങിയവരെ പണി മുടക്കി ഇട്ടിരിക്കുകയാണോ? അനേകം ആളുകൾ, ദൈവമക്കൾ അനേകം പേര് ആലയം പണി തുടങ്ങിയവരാണ്. പക്ഷേ ആലയം പണി തുടങ്ങിയതിന് ശേഷം പണി മുടങ്ങിക്കിടക്കുകയാണ്. ഒരു സമർപ്പണമൊക്കെ എടുത്തവരുണ്ട്, അനേകർ. ദൈവം കൃപ ചെയ്ത് നിങ്ങൾ അനേകം പേര് സമർപ്പണം എടുത്തവരാണ്. ദൈവത്തോട് വാക്ക് പറഞ്ഞവരാണ്. ഒരുവിധം യോഗ്യമായി ജീവിച്ചവരും തന്നെയാണ്. പ്രാർത്ഥനാ ജീവിതം തുടങ്ങിയവരാണ്. ആത്മീയമായി ചില നിഷ്ഠകളും ചില പ്രത്യേക നിർബന്ധങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. നന്നായി, ഇതെല്ലാം നല്ലതാണ്. പല നന്മകളുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇതെല്ലാം പ്രായോഗികമായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്? ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നലെ കാര്യം നല്ല കാലമായിരുന്നു, ശരിയാണ്. ഇന്നലെ ആത്മാവിൻ്റെ വീര്യം ഉണ്ടായിരുന്നു, ശരിയാണ്. ഇന്നലെ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ചിലർ മാനസാന്തരപ്പെടുമായിരുന്നു, ശരിയാണ്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ചിന്തിക്കൂ. നാം വേറെ ആരെയും നോക്കണ്ട, എന്നിലേക്ക് നോക്കിയാൽ മതി. അവനവനിലേക്ക് നോക്കുക. എൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഈ ആലയം പണി മുടങ്ങി കിടക്കുകയാണോ? പണി തുടങ്ങി മുടങ്ങിക്കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പണി തുടങ്ങാൻ ഭാഗ്യം കിട്ടി, പണി തുടങ്ങാനുള്ള കൃപ കിട്ടി. പക്ഷേ നമുക്ക് ഇന്ന് ആലയം പണി ഒരു വിഷയമല്ല. ഈ ആലയത്തിന് പണി മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളതോ, അവിടെ ആരാധന തുടങ്ങിയിട്ടില്ല എന്നുള്ളതോ, ഇന്ന് സ്തുതി, ആത്മാവിൻ്റെ സ്തുതി ലഭിച്ചിട്ടില്ല എന്നുള്ളതോ ഒരു വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതിവേഗം നാം തിരിഞ്ഞു നോക്കണം. എൻ്റെ കർത്താവേ, ഞാൻ ധരിച്ചതുപോലെയല്ലോ എൻ്റെ ജീവിതം. ഞാൻ തീരുമാനമെടുത്തു, പക്ഷേ കർത്താവേ, തീരുമാനം പാലിക്കാൻ പറ്റിയില്ലല്ലോ. എന്നും വീഴ്ചയാണല്ലോ. കോപം വരുന്നു, ശാഠ്യം വരുന്നു. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നീരസം വരുന്നു. ഒരാളിനെ വിളിച്ചു, സംസാരിച്ചു, പറയുകയാണ്, മോന് അവൻ നല്ലപോലെ പഠിച്ചു വന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ പഠിക്കുന്നില്ല, പുസ്തകം എടുക്കുന്നില്ല. അവനിങ്ങനെ കമ്പ്യൂട്ടറിന് മുമ്പിൽ വെറുതെ ഇരിക്കും, ഒന്നും ചെയ്യുന്നില്ല. എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല, അവനൊന്നും ചെയ്യുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യം. സാറേ, എന്നാ ചെയ്യുന്നേ? ഒരു സമാധാനമില്ലല്ലോ. അവൻ്റെ അപ്പൻ നാട്ടിലില്ല, ദൂരെ ജോലിക്ക് പോയിരിക്കുകയാണ്. ഞാൻ വിഷമിച്ചു. ഒരമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറേ, ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ അവൻ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങി കാണുമായിരിക്കും. അവൻ്റെ കൂട്ടുകെട്ടിലൂടെ കഞ്ചാവിൻ്റെ പിടിയിലായി കാണാം. അല്ലെങ്കിൽ വല്ല മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയോ? അറിയാൻ പാടില്ല. അതല്ലെങ്കിൽ അവൻ ഏതെങ്കിലും പ്രേമക്കുരുക്കിൽപ്പെട്ടിട്ടുണ്ടാകും.
വല്ല പെൺകുട്ടികൾ അവനെ വശീകരിച്ച് കാണും. ഇങ്ങനെ ഏതെങ്കിലും കുഴപ്പമില്ലാതെ അവനിങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരിക, ഭക്ഷണം കഴിക്കാൻ പോലും താല്പര്യമില്ലാതിരിക്കുക, മൗനിയായിരിക്കുക, ഒരു വർത്തമാനമില്ല, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കോപം, അതിന് തക്ക കാരണമുണ്ട്. അതിന് ചെയ്യാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആഴമായൊരു സമർപ്പണം എടുക്കുക. നിങ്ങളുടെ സമർപ്പണം വളരെ ആഴത്തിലാകട്ടെ. നിങ്ങളുടെ സമർപ്പണം കർത്താവിൻ്റെ സന്നിധിയിൽ എത്തട്ടെ. കർത്താവ് നിങ്ങളുടെ സമർപ്പണം കണ്ട് നിങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വെളിച്ചം അവനിലേക്ക് പയ്യെ പയ്യെ പകരാനിടയാകട്ടെ. അതായത് ഇതേ പോംവഴിയുള്ളൂ. അവനെ വഴക്ക് പറയേണ്ട, അവനെ ശാസിക്കേണ്ട, അവനെ ശിക്ഷിക്കേണ്ട, അതെല്ലാം ഒന്നിനൊന്നും ദോഷമായിട്ടേ തീരുകയുള്ളൂ. ഇപ്പോൾ തൽക്കാലം അവൻ്റെ അപ്പൻ വരുന്നതുവരെ നിങ്ങളതിലൊന്നും കയറി ഇടപെടേണ്ട. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്യുക. അവന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം വിശുദ്ധമാക്കുക. ദൈവത്തിന് സ്തോത്രം. ആലയം പണി മുടങ്ങി കിടക്കുന്ന അനേകരുണ്ട്. ആലയം പണി മുടങ്ങി കിടക്കുന്നവർ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ജീവിതമാകുന്ന ആലയം പണി മുടങ്ങിക്കിടക്കുന്നത് ഉടനെ പണി തുടങ്ങേണ്ടിയിരിക്കുന്നു. വളരെ വേഗം തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിവേഗം തുടങ്ങേണ്ടിയിരിക്കുന്നു. ആലയം പണി തുടങ്ങണം. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമല്ലോ. വിശുദ്ധമായ ആലയം പണിയുന്നതിന് ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. കർത്താവേ, മുടങ്ങിപ്പോയ പണി തുടങ്ങാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, മുടങ്ങിപ്പോയ പണി ഞാൻ തുടങ്ങുകയാണ്. എൻ്റെ കർത്താവേ, നഷ്ടങ്ങളേറെ സംഭവിച്ചു പോയി. കർത്താവേ, തിരുത്താൻ വയ്യാത്ത നഷ്ടങ്ങളാണ് സംഭവിച്ചു പോയത്. തിരുത്താൻ വയ്യ എങ്കിലും കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഏത് ഘോരപാതകവും നീ ക്ഷമിക്കുമല്ലോ, ഏത് ക്രൂരപാപവും നീ ക്ഷമിക്കുമല്ലോ. കർത്താവേ, നീ സ്നേഹസമ്പന്നനാണല്ലോ. ആ സ്നേഹത്തിൻ്റെ പാതപെടുത്തേക്കിലേക്ക് വന്ന് ഞാനിതാ എല്ലാം കൈവിട്ട് നിന്നെ ആശ്രയിക്കുകയാണ്. കർത്താവേ, മറ്റെല്ലാ ആശ്രയവും വിടുന്നു, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇപ്പോൾ നാഥ, നിൻ്റെ ആണിപ്പാടിൽ തൃക്കരം നീട്ടി എന്നെ തുടരണമേ. കർത്താവേ, എന്നോട് മനസ്സിലെയ്യണമേ. എന്നെ വേട്ടയാടുന്ന പൈശാചിക ശക്തിയിൽ നിന്നെ വിടുവിക്കണമേ. ദുഷ്ടാത്മശക്തി എന്നെ ഇനിയും വേട്ടയാടി നശിപ്പിക്കാതിരിക്കാൻ കർത്താവേ, നിൻ്റെ കരവിൻ്റെ മേലെ വയ്ക്കണമേ. രക്തത്താൽ എന്നെ വലയം ചെയ്യണമേ, എന്നെ കാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെല്ലാം എൻ്റെ കർത്താവേ ഒന്ന് തുടരണമേ. കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ കരസ്പർശമേറ്റ് ഓരോരുത്തരും രൂപാന്തരം പ്രാപിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവയോട് പ്രവർത്തിക്കണമേ. ജീവനുള്ള ദൈവമയോട് എഴുന്നള്ളി വരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, പല സ്ഥലങ്ങളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാം അവിടെ തൊടുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. എല്ലാവരെയും നിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.